നമസ്കാരം. മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാനടൻ ശ്രീ സലീം കുമാർ ഇന്ന് നമ്മളോടൊപ്പമില്ല. 56-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം മലയാള സിനിമയ്ക്കൊരു വലിയ നഷ്ടമായി. ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജാതക ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിതത്തിൻ്റെ ഏത് കഠിന പ്രതിസന്ധിയെയും ചിരികൊണ്ട് നേരിടാമെന്ന ലളിതവും സുന്ദരവുമായ ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഓർമ്മയിലേക്ക് മറയുമ്പോൾ 30 വർഷം കൊണ്ട് മലയാളിക്ക് സമ്മാനിച്ച ചിരിയുടെ നാനാർത്ഥങ്ങളാണ് സലീം കുമാർ ബാക്കിയാക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യകാലം അവഗണനകളുടേതായിരുന്നു. വളരെ അധ്വാനിച്ച് തന്നെയാണ് അദ്ദേഹം ഈ ഒരു മേഖലയിൽ കാലുറപ്പിച്ചതും. വിധി എഴുതപ്പെട്ടതാണെന്ന് ഗ്രന്ഥങ്ങൾ പറയുമ്പോഴും ആ വിധി എങ്ങനെ പ്രകടമാകുന്നു എന്നത് ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കാണുന്നത്. സലീം കുമാറിൻ്റെ ജീവിതവും അത്തരമൊരു അത്ഭുതകരമായ യാത്രയായിരുന്നു. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ വടക്കമ്പറവൂരിൽ ശ്രീ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായിട്ട് ജനിച്ച സലീം കുമാർ മിമിക്രി വേദികളിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. ഒട്ടേറെ സിനിമകളിലെ ഹാസ്യനടനായിരുന്നു അദ്ദേഹം. 2004 കമലിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ പെരുമരക്കാലത്തിലായിരുന്നു സലീം കുമാറിലെ നടൻ്റെ മറ്റൊരു മുഖം പ്രേക്ഷകർ കണ്ടത്. അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തമാശ പോലും പറയാതെ നടൻ എന്ന രീതിയിൽ സലീം കുമാർ അതിൽ തിളങ്ങി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീടിലെ സാമുവലിൻ്റെ വേദന അതേ തീവ്രതയോടുകൂടി അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിൽ അദ്ദേഹത്തിന് 2007 മികച്ച 2ാമത്തെ നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. പിന്നെ 2010 പുറത്തിറങ്ങിയ ആദാമിൻ്റെ മകൻ അബുവിലൂടെ അദ്ദേഹം വെള്ളിത്തിരയിൽ വീണ്ടും വിസ്മയങ്ങൾ തീർത്തു. 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചു. 2010 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. അയാളും ഞാനും തമ്മിലെന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ അദ്ദേഹം ചില ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായ പ്രാധാന്യമുള്ള കറുത്ത ജൂതൻ എന്ന ചിത്രമാണ് 2017 അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. ചരിത്ര പ്രാധാന്യമായിട്ട്, അതായത് ഇസ്രായേലിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം കേരളത്തിലെ മുസിരിസ് തുറമുഖത്ത് എത്തുകയും 2500 വർഷക്കാലം മലയാള മണ്ണിൽ ജീവിതം കഴിച്ചുകൂട്ടി സ്വാതന്ത്ര്യാനന്തര ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ വിളി വന്നപ്പോൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങിപ്പോയ മലബാർ ജൂതന്മാരുടെ അഥവാ കറുത്ത ജൂതന്മാരിൽ ഒരാളുടെ കഥയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇപ്പോൾ നിലവിലുള്ള മാള പോസ്റ്റ് ഓഫീസ് പണ്ടൊരു ജൂതൻ്റെ വീടായിരുന്നു എന്ന് സലീം കുമാർ അറിഞ്ഞപ്പോൾ അത് അന്വേഷിച്ചറിയാനുള്ള കൗതുകമാണ് കറുത്ത ജൂതൻ എന്ന സിനിമയായിട്ട് പരിണമിച്ചത്. 2016 47ാമത് സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും ഈ ചിത്രത്തിന് നേടി. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ തൻ്റെ ജീവചരിത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കോമഡി നമ്പറുകൾ അദ്ദേഹത്തിന് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അവയെന്നും മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലുണ്ട് താനും. സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾ വരാൻ തുടങ്ങിയ കാലം ഏതാശയത്തിനും പറ്റിയ ഒരു മുഖം എന്ന പോലെയാണ് സലീം കുമാർ കഥാപാത്രങ്ങൾ ട്രോൾ സൃഷ്ടാക്കൾക്ക് മുന്നിലെത്തിയത്. അപാര ഹ്യൂമർ സെൻസ് ഉള്ള അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു പാരമ്പര്യമാണ് അദ്ദേഹത്തിന് ചിരിക്കാനും ചിരിപ്പിക്കാനും ഉള്ള കഴിവ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം. പ്രത്യേകിച്ചും മാതൃകാരകത്വമുള്ള ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന വാക്കിൻ്റെ കാരകത്വമുള്ള ബുധൻ്റെ സ്ഥിതി കൂടുതലറിയാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജാതകമെന്ന് നോക്കാം. 1969 10 ഒക്ടോബറിന് ജനിച്ച സലീം കുമാറിൻ്റെ കൃത്യമായ ജനനസമയം പൊതുവായി ലഭ്യമല്ല. എന്നാൽ ലഗ്നത്തെ ആസ്പദമാക്കിയുള്ള കൃത്യമായ ജാതക വിശകലനം നടത്താൻ കഴിയുന്നില്ല. എന്നാൽ ലഭ്യമായ ജനന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രക്കൂർ കേന്ദ്രീകരിച്ച് ചില പൊതുവായ ജ്യോതിഷ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യാം. പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രധാന ചില സംഭവങ്ങളും ആരോഗ്യ സൂചനകളുമൊക്കെ പരിശോധിക്കുമ്പോൾ ചന്ദ്രരാശിയും ഗോചരങ്ങളുമൊക്കെ ഒരു പരിധിവരെ സഹായകരമാണ് താനും. ഇവിടെ നമുക്ക് ചന്ദ്രനോടുകൂടി ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് പരിശോധനയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അതായത് ചന്ദ്രനോടുകൂടി വ്യാഴവും ആദിത്യനും ബുധനുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധനും വ്യാഴവും ഒരുമിച്ച് നിന്നാൽ ഹോരാചാര്യൻ്റെ അഭിപ്രായത്തിൽ സൗമ്യേ രംഗചരോ ബൃഹസ്പതിയുതേ എന്നാണ്. ബുധന് വ്യാഴത്തിൻ്റെ യോഗമുണ്ടെങ്കിൽ അരങ്ങത്ത് പ്രയോഗിക്കേണ്ടതായ കലകളെ കൊണ്ട്
ജീവിക്കുന്നവനായിരിക്കും എന്നാണ് പറയുന്നത്. സാരാവലി കർത്താവ് ആദിത്യനും ചന്ദ്രനും ബുധനും വ്യാഴവും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ സ്വർണം കൊണ്ടുള്ള വേലകളെ ചെയ്യുന്നവനായും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനായും ശില്പവേലകളെ ചെയ്യുന്നവനായും ധനവാനായും ധീരതയുള്ളവനായും ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയവനായും ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായില്ല. അദ്ദേഹത്തിന് 46 വയസ്സോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരൾ സംബന്ധമായ അസുഖങ്ങളാൽ അദ്ദേഹം പീഡിതനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ ആ വ്യാഴത്തിനെ കുറെ കൂടി കാര്യമായി ഇദ്ദേഹത്തിന് മരണഹേതുവായ രോഗത്തിൻ്റെ സാധ്യത, അദ്ദേഹത്തിൻ്റെ കരൾ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യതയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ജാതകത്തിൽ കരളിൻ്റെ കാരകത്വമുള്ള ഗുരു ശത്രുക്ഷേത്രമായ കന്നിയിലാണ്. അതിലും വിശേഷം ഇത് അതിമൗഢ്യത്തിലുമാണെന്നുള്ളതാണ്. അതായത് സൂര്യസ്ഫുടം കന്നിയിൽ 23 ഡിഗ്രി 23 മിനിറ്റ് ആയിരിക്കെ വ്യാഴസ്ഫുടം കന്നിയിൽ 23 ഡിഗ്രി 4 മിനിറ്റാണ്. അതായത് വ്യാഴം അതിൻ്റെ ഡീപ്പ് കമ്പസ്റ്റിൻ സ്റ്റേജിലാണുള്ളതെന്നാണ്. അതായത് ആ ഒരു വ്യാഴം അതിമൗഢ്യത്തിൽ. ഇത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെ ഏറെക്കുറെ ബാധിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഇതിന് രാശികളും ഗ്രഹങ്ങളും കാലപുരുഷ അവയവങ്ങളുമായിട്ടും ആത്മീയ ചക്രങ്ങളുമായിട്ടുമൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയണം. ശ്രീ കെ ജനാർദ്ദനക്കുറുപ്പ് സാറിൻ്റെ ഗ്രന്ഥത്തിൽ രാശികളും ഗ്രഹങ്ങളും ആത്മീയ ചക്രങ്ങളും അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതായത് സുഷുപ്ന എന്നത് മസ്തിഷ്കത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പിൻഭാഗത്ത് നിന്ന് തുടങ്ങി നട്ടെല്ലിനുള്ളിൽ കൂടി നട്ടെല്ലിൻ്റെ ഏറ്റവും അടിവശം വരെ ചെന്ന് അവിടെയുള്ള മൂലാധാര ചക്രം എന്ന ആത്മീയ ചക്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതാണ് പ്രധാന നാഡി. ഇതിന് വലതുവശം പിങ്കളയും ഇടതുവശത്ത് ഇടാനാഡിയും. ഇവ പ്രാണൻ്റെ ചലനത്തെ സഹായിക്കുന്നു. സുഷുമ്നയാണ് സാക്ഷാൽ മൂലാധാര ചക്രത്തിൽ ഉറങ്ങി എഴുന്നേറ്റ് കുണ്ടലിനി ശക്തിയെ മസ്തിഷ്കത്തിലെത്തിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാന നാഡി. ഇങ്ങനെ മൂലാധാര ചക്രത്തിനും സഹസ്രാര ചക്രത്തിനും മധ്യേ നട്ടെല്ലിനോട് ചേർന്ന് 5 പ്രധാന സുഷുമ്ന നാഡീവ്യൂഹങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് മണിപൂര ചക്രം. ഇവിടെ പഠന വിഷയമാകേണ്ടത് അഗ്നിരാശിയായ ചിങ്ങം രാശിയിൽ സൂര്യന് മൂലക്ഷേത്രമാണ്, സ്വക്ഷേത്രവുമാണ്. ആർക്കും അവിടെ ഉച്ചമോ നീചമോ ഇല്ല. പൊക്കിളിന് തൊട്ടു മുകളിലുള്ള മണിപൂര ചക്രത്തിന് സൂര്യനാണ് കാരകൻ. അഗ്നിയാണ് ഇവിടെ ഭൂതം. ദഹനമാണ് പ്രക്രിയ. ദഹന പ്രക്രിയയ്ക്ക് സഹായകമാവുന്ന സ്രവങ്ങൾ, ദഹനരസം പുറപ്പെടുവിക്കുന്ന ആമാശയം, പിത്തസഞ്ചി, കരൾ തുടങ്ങിയവയെ സൂര്യൻ നിയന്ത്രിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള കോസ്മിക് രശ്മികൾ മണിപൂര ചക്രത്തിൽ സ്വീകരിക്കപ്പെടുന്നു. ഇതുമൂലം ദഹനഗ്രന്ഥികൾ ഊർജ്ജസ്വലമായി തീരുന്നു. അഗ്നിഭൂത സ്വഭാവമുള്ള ചിങ്ങൻ രാശിക്ക് ഭൂമി, വായുഭൂത സ്വഭാവങ്ങൾ അധികമുള്ള ശനിക്കും ശുക്രനും ശത്രുക്ഷേത്രവുമാകുന്നു. ചിങ്ങൻ രാശിയിൽ ഇവ ബന്ധപ്പെടുമ്പോൾ രോഗങ്ങൾക്ക് കാരണമാണ്. ദഹനക്കേട്, വായുദോഷം തുടങ്ങിയവയൊക്കെ വരാം. മണിപൂര ചക്രം കന്നിരാശിയും ഉൾപ്പെട്ടതാണ്. ഭൂമി സ്വഭാവമാണ് കന്നിക്ക്. എന്നാൽ സ്ഥിരത കൂടും. പൊക്കിളിനടുത്തുള്ള ചെറുകുടൽ ഭാഗങ്ങളും മറ്റും കന്നിരാശിയിൽ വരുന്നതാണ് മണിപൂര ചക്രം. വിശപ്പ്, ദാഹം, ദേഷ്യം, ശത്രുത, ഊർജം ഇവ പരിപാലിക്കുന്നു. ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതും ഈ ചക്രമാണ്. പാങ്ക്രിയാസ് ഗ്രന്ഥി, ആമാശയം, കരൾ, പ്ലീഹ, പിത്തസഞ്ചി, ചെറുകുടൽ ഇവ ഈ ചക്രം നിയന്ത്രിക്കുന്നു. ഈ ചക്രം മൂലമാണ് രോഗവും വാർദ്ധക്യവും ശരീരനാശവും മരണവുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു സാധകന് മണിപൂര ചക്രം ദിവ്യമായ കഴിവുകൾ നൽകുന്നു. ഇത് ഉണർത്തുക വഴി മനഃശക്തി, ആത്മവിശ്വാസം, പ്രവൃത്തിയിൽ നിപുണത, ശാരീരിക ഊർജം, തികഞ്ഞ അവബോധം ഇവയൊക്കെ നേടാനാകും. ഇനി വരാഹമിഹിരാചാര്യൻ്റെ വചനപ്രകാരം കാലപുരുഷൻ്റെ അവയവചിന്ത നടത്തുമ്പോഴും ചിങ്ങം കന്നി രാശികൾക്ക് തന്നെയാണ് ഇങ്ങനെ ഉദരത്തിൻ്റെയും വസ്തിപ്രദേശത്തിൻ്റെയും ഒക്കെ ആധിപത്യമുള്ളത്. പിന്നെ കൃഷ്ണീയ വചനം നോക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള 6ാം രാശിയൊക്കെ തന്നെയാണ് ഉദര പ്രദേശത്തെ നിർണ്ണയിക്കുന്നത്. അവിടെയുള്ള ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ഇങ്ങനെ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഹേതുവാണ് താനും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സലീം കുമാറിൻ്റെ ജാതകം നോക്കിയാൽ ഇദ്ദേഹത്തിന് ചിങ്ങം രാശിയിൽ ശുക്രൻ്റെയും കേതുവിൻ്റെയും സ്ഥാനമാണുള്ളത്. ശുക്രന് ശത്രുക്ഷേത്രമാണിത്. എന്നാൽ തന്നെ ചിങ്ങം രാശിയിൽ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമായേക്കാം. അതുപോലെ കന്നിരാശിയിലാണ് ഇവിടെ ആദിത്യനും വ്യാഴവും ഒക്കെ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന വ്യാഴത്തിനാകട്ടെ ഡീപ്പ് കമ്പസ്റ്റൻ സ്റ്റേജിലുമാണ്.
അതായത് അതിമൗഢ്യത്തിൽ. വ്യാഴത്തിൻ്റെ മൗഢ്യകാലത്ത് കഴൽ, കൊഴുപ്പ്, പ്രമേഹ പ്രവണത, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരഭാരം വർദ്ധിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ജ്യോതിഷം സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വ്യാഴൻ വ്യക്തിജാതകത്തിൽ ആരോഗ്യഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പരിശോധനകൾ അവഗണിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഇവിടെ സലീംകുമാറിൻ്റെ ജാതകത്തിൽ കരളിൻ്റെ കാരകത്വമുള്ള ഗുരു ശത്രുക്ഷേത്രമായ കന്നിയിലാണ്. അതിലും വിശേഷം ഇത് അതിമൗഢ്യത്തിലുമാണ്. സ്വാഭാവികമായും ഗുരുതരമായ കരൾ സംബന്ധമായ രോഗം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഖണ്ഡകാരകനായ കേതുവിൻ്റെ ലിംഗത്തിലെ സ്ഥിതിയായിരിക്കണം അവിടെ ഒരു ശസ്ത്രക്രിയ, കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും അദ്ദേഹത്തെ വിധേയമാക്കിയതെന്ന് കരുതാം. ചാരവശാൽ ചിന്തിച്ചാലും അദ്ദേഹത്തിൻ്റെ മരണസമയം കേതു ചിങ്ങം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാണാം. ഹരിനാഭി ഹരേനാഭി സുരേനാഭി ബ്രഹ്മണാഭി ലലാട ലിഖിത രേഖ പരിമാഷ്ടും ന ശക്യതേ, അതായത് തലയിലെഴുത്ത് ആരാലും മാറ്റാനാവില്ലെന്നതാണ് ഈ ശ്ലോകം അർത്ഥമാക്കുന്നത്. അത് ഹരിക്കോ ഹരനോ സുരനോ ബ്രഹ്മാവിനോ പോലും മാറ്റാൻ സാധിക്കില്ലെന്നതാണ് ഈ വരികളുടെ രത്നം ചുരുക്കം. ഈ തലയിലെഴുത്ത് തന്നെയാണ് ഈ ജനനസമയത്തെ ഗ്രഹനില സൂചിപ്പിക്കുന്നത്. പൂർവ്വജന്മാർജിതമായ പാപപുണ്യങ്ങളെയും അതുമൂലം ഭാവിയിൽ വരാവുന്ന ശുഭാശുഭങ്ങളെയും ജനനസമയത്തെ ഗ്രഹനിലയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന ആചാര്യൻ പറഞ്ഞു വച്ചിരിക്കുന്നു. അതിൻ പ്രകാരം ഈ ജന്മത്തിൽ ജന്മാന്തരകൃതമായി ഉണ്ടാകുന്ന വ്യാധിയൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത്. മനുഷ്യൻ്റെ നെറ്റിയിൽ എഴുതപ്പെട്ട വിധിരേഖകൾ മാറ്റാൻ കഴിയില്ലെന്നിരിക്കലും ആ ജീവിതത്തെ മഹത്തരമാക്കുവാനും ജനഹൃദയങ്ങളിൽ അനശ്വരമാക്കുവാനും മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് കഴിയും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ സലീംകുമാറിൻ്റെ ജീവിതം. ചിരിയിലൂടെ ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ശ്രീ സലീംകുമാർ എന്നും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കും. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് പ്രണാമം. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ എഴുതണേ. സലീംകുമാറിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.